നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നതെങ്കിലും എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരും കൺസൾട്ട് ചെയ്തവരാണ് കൂടുതൽ പേരും. അവരുടെ എല്ലാ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആണ് ഒരു ഗ്രഹമാറ്റം വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓരോ കാര്യങ്ങൾ അറിയിക്കണേ. ഗ്രഹം മാറിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടത വന്നതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മുന്നേ കൂട്ടി അറിയുക. ഇത് തന്നെയാണ് മഹർഷിവര്യന്മാർ ഈ ശാസ്ത്രത്തിനെ എഴുതി വച്ചതും. നമുക്ക് ഓരോ കാര്യങ്ങൾ മുന്നേ കൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷശാസ്ത്രം പ്രവർത്തിക്കുന്നത്. എല്ലാ ജ്യോതിഷികളും ചെയ്യുന്നതും അങ്ങനെയാണ്. നമുക്കുള്ള വിപത്തുകൾ മുന്നേ കൂട്ടി മനസ്സിലാക്കി തരികയാണ്. ഇന്ന് നമുക്ക് വേഴമാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വേഴം മാറാൻ പോവുകയാണ്. 2025 മെയ് മാസം 14-ാം തീയതി രാത്രി വേഴമാറ്റം സംഭവിക്കും. 10:30 മണി കഴിയുമ്പോൾ വേഴം ശരിക്ക് ഇടവരാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറും. ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറും. അപ്പോൾ ഈ മിഥുന രാശിയിലേക്ക് മാറുന്നത് അനുസരിച്ചിട്ട് കുറേ ആൾക്കാർക്ക് വേഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകത ഒരാളിൻ്റെ സാമ്പത്തിക പുരോഗതിയെ നിയന്ത്രിക്കുന്നവനാണ് വേഴം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സമ്പത്ത് എങ്ങനെ, ഒരു ജാതകം തന്നെ ഒരു കുഞ്ഞിൻ്റെ ജാതകം ഗണിക്കുമ്പോൾ അവൻ സമ്പന്നനാവുമോ, സാമ്പത്തികമായി തകരാറുണ്ടാവുമോ എന്നെല്ലാം അവൻ്റെ ജാതകം നോക്കുമ്പോൾ വേഴനെ ബേസ് ചെയ്തിട്ടാണ് നോക്കണം. മറ്റേതൊക്കെ ഗ്രഹങ്ങളെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിന്നാലും വേഴത്തിൻ്റെ ബലാബലം അനുസരിച്ചിട്ടാണ് നമുക്ക് ഗുണവും ദോഷവും സാമ്പത്തികമായിട്ടുള്ള ഗുണഫലങ്ങൾ. അപ്പോൾ വേഴത്തിൻ്റെ മാറ്റം കുറേ രാശിക്കാർക്ക് ദോഷമായിട്ടും കുറേ രാശിക്കാർക്ക് ഗുണപ്രദമായും വരും. ഇപ്പോൾ മിഥുന രാശിയിലേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ 2026 ജൂൺ മാസം 1-ാം തീയതി വരെ വേഴം മിഥുന രാശി നിൽക്കും. ഇതിനിടയ്ക്ക് വെച്ച് കർക്കിടകത്തിലേക്ക് കുറച്ച് ദിവസം മാറി നിൽക്കുമെങ്കിലും ശാസ്ത്രം പറയണത് വക്രമാറ്റങ്ങൾ പൂർവ്വഗതി ഫലത്തെ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ എവിടെയാണോ സ്ഥിരമായി നിൽക്കുന്നത് അവിടുത്തെ നമ്മൾ താൽക്കാലികമായി കുറച്ച് ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറിയതുകൊണ്ട് നമ്മളെ വീട്ടിലെ അധികാരം ഇല്ലാതെ ഒന്നും പോവില്ല. നമ്മൾ കുറച്ച് ദിവസം വേറൊരു സ്ഥലത്ത് പോയി നിന്നതുകൊണ്ട് അതുപോലെ ചെറിയ മാറ്റം വരുന്നു എന്ന് മാത്രം. അതും ദോഷപ്രദമായ മാറ്റമല്ല. അപ്പോൾ ഓരോ രാശിക്കാർക്ക് ഈ മാറ്റം എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മേടരാശിക്കാർ ഇന്നത്തെ രാശി ഫലത്തെ നോക്കുമ്പോൾ നമുക്ക് ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് മേടരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മേടരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക്, അപ്പോൾ ഈ 2.25 നക്ഷത്രത്തിലാണ് മേടരാശി സ്ഥിതി ചെയ്യണേ. ഈ രാശിയിൽ പെട്ടവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് വേഴം സഞ്ചരിച്ചെത്തുന്നത് 3-ലേക്കാണ്. വേഴം അവിടുന്ന് അവർക്ക് സഞ്ചരിച്ചെത്തുന്നത് അവരെ കൂറിൻ്റെ ശരിക്ക് രാശിയിൽ പെടുകയാണെങ്കിൽ ശരിക്ക് അവർക്ക് രാശി മാറ്റം സംഭവിക്കുന്നത് കൂറിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ രാശി മിഥുനക്കൂറിലുകാർക്ക് മിഥുനത്തിൻ്റെ അല്ലെങ്കിൽ മിഥുനക്കൂറിലേക്കാണ് വേഴം മാറി വരുന്നത്. അപ്പം മിഥുനക്കൂറുകാർക്ക് ഗുണം വരുമെങ്കിലും ശരിക്കും മേടരാശിക്കാർക്ക് 3-ലേക്ക് വേഴം മറിഞ്ഞു വരികയാണ്. അപ്പോൾ തന്നെ കുറേ കാർക്ക് ഗുണം വരുമെങ്കിലും മേടരാശിക്കാർക്ക് 3-ാം ഭാവത്തിലേക്ക് വേഴം നിൽക്കുന്ന സമയമായതുകൊണ്ട് 3-ലെ വേഴം മുടിഞ്ഞു പോകുമെന്നാണ്. അപ്പോൾ സാമ്പത്തികമായി നിങ്ങൾ കുറച്ച് ഏറെ സൂക്ഷിക്കണം. കുറച്ച് സാമ്പത്തിക പരാധീനതകളുണ്ടാവും. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല സ്ഥാനമല്ല 3. അപ്പോൾ നമ്മൾ ഓരോ ഇടപാടുകളിൽ അഡ്വാൻസായിട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓരോ ഇടപാടുകൾ ചെയ്യുന്നത് ഒന്നുകിൽ ഈ മെയ് 14-ന് മുമ്പോ
അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ മുടക്കുന്ന സമ്പത്ത് ആ ഒരു വർഷക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നേട്ടം ഉണ്ടാവത്തില്ല, തിരിച്ചു വരാതെ വരും. അപ്പോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യരുത്. കാരണം പൈസ ബ്ലോക്ക് ആവുന്ന സമയമൊന്ന് കാണിച്ചിരിക്കാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. പലതരത്തിലുള്ള വിഷമാവസ്ഥകളുണ്ടാവും. സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ മനോവിഷമം ഉണ്ടാവാം. ശാരീരിക വൈഷമ്യങ്ങൾ വന്നു ചേരും. അലച്ചിലും അസ്വസ്ഥതയും കൂടും. ഇങ്ങനെ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാവുന്ന രാശിയാണ് ശരിക്ക് മേടൻ രാശി. അപ്പോൾ മേടൻ രാശിക്കാർ പ്രധാനമായി ധന ഇടപാടുകളിൽ ശ്രദ്ധിക്കണം. ഓരോന്ന് ചെയ്യുന്നിടത്തും വളരെ ലുപ്തിച്ച് കാര്യങ്ങൾ ചിലവാക്കി പോകണം. അല്ലെങ്കിൽ വരുമാനം കുറവും ചിലവ് അതിജീവിച്ചും വരും. ശരിക്കും ജ്യോതിഷത്തിലെ ഗുരു ആണ് വ്യാഴം. അപ്പോൾ നമുക്ക് ഗുരുവിനെ പ്രീതിപ്പെടുത്തി പോയാൽ മതി, ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ പോകും. കാരണം ഗുരുവിനെല്ലാം മാറ്റാനുള്ള ശക്തിയുണ്ട്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ സഹായത്താൽ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴം തന്നെയാണ്. വ്യാഴൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. അത് വ്യാഴം മാറുന്നതിന് മുമ്പേ തന്നെ പതുക്കെ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ വ്യാഴത്തിൻ്റെ നമുക്ക് ഗുണഫലം അല്ലെങ്കിൽ ദോഷഭാവന എഫക്റ്റ് ചെയ്യാതെ പോവും, ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പരിഹാരം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക. ഇതൊക്കെ ഭഗവാന്റെ പ്രീതി വർദ്ധിക്കുകയും വ്യാഴം നമുക്ക് അനുകൂലപ്രദമായി മാറുകയും ചെയ്യും. അപ്പോൾ വ്യാഴനെ പ്രീതിപ്പെടുത്തുക, അതായത് ഗുരുവിനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ ഗുരുക്കന്മാരെ ദർശനം ചെയ്യുക. ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചവരും അതുപോലെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ ഇടയ്ക്ക് ദർശനം ചെയ്യുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഗുരുവിൻ്റെ പ്രീതി വരും. അമ്പലത്തിൽ ചെയ്യുന്നതിനേക്കാൾ പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേട്ടവും ഐശ്വര്യവും വന്നു ചേരും. അപ്പോൾ മേടരാശിക്കാർ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നിങ്ങൾക്ക് നേരത്തെ കൂട്ടി തന്നെ നമുക്ക് വരാൻ പോണ ഓരോ കാര്യങ്ങളും ദോഷമാവട്ടെ നല്ലതാവട്ടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ വേണ്ടി, യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ മേടരാശിക്കാർക്കും ഭഗവാന്റെ സഹായത്താൽ ഗുരുവിൻ്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.